ഹലോ, എല്ലാവർക്കും മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മാന്തലിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഒരു 250 ഗ്രാം മാന്തലാണ് എടുത്തത്. അത് ഞാൻ മുറിച്ച് അതിൻ്റെ സൈഡിലെ മീശയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ്, ഞാൻ ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-20 അല്ലി വെളുത്തുള്ളി അല്ലി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ പിന്നെ ചുവന്ന മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്താണ്. അതെല്ലാം കൂടിയാണ് 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നത്, ഞാൻ വിനാഗിരി അല്ല എടുക്കുന്നത്, അതിന് പകരം ഞാൻ തക്കാളിയാണ് എടുക്കുന്നത്. ഇവിടെ വിനാഗിരിയുടെ മീൻ കറിയിൽ വിനാഗിരി ഒഴിക്കുന്നത് പറഞ്ഞ സമയത്ത് വിനാഗിരി ചേർക്കണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ തക്കാളി എടുത്തത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തു, 3 പച്ചമുളകും. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ കറി വെക്കാൻ ആവശ്യമായ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഏറ്റവും ആദ്യം നന്നായി ചൂടാക്കി എടുക്കാം. അപ്പോൾ ചട്ടിയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ചട്ടി ചൂടായതുകൊണ്ട് വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടാവുമല്ലോ. അപ്പോൾ ഇനി നമ്മൾക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായി വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറുതായി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ ചതച്ച് വെച്ച ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു 2 മാന്തലിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, തേങ്ങ അരച്ചതും പിന്നെ കുരുമുളക് പൊടിയിട്ട് വെച്ചതും. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമ്മൾക്ക് അതിലേക്ക് പഞ്ചപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കണം. ഏകദേശം 1 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി ഇങ്ങനെ. അപ്പോൾ പഞ്ചപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, നന്നായി തിളച്ചില്ലെങ്കിലും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാട്ടക്ക് ഏകദേശം നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾക്കതിലേക്ക് ഞാൻ തക്കാളി വേവിച്ചെടുക്കാൻ ഉപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിന് കണക്കായിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ, കൂടി പോകരുത്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ മസാലയെല്ലാം നന്നായി തിളച്ച് വന്നതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അടച്ച് വെക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചേ ഉള്ളത് കാരണമാണ് ഞാൻ ചെറിയ ചട്ടി എടുത്തത്. ഇപ്പോൾ കൂടുതലാണെങ്കിൽ വലിയ ചട്ടി തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പോൾ കഷ്ണങ്ങളിൽ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം.
ഒരുപാട് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് അതിൻ്റെ ഉപ്പ് കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ തക്കാളി വഴറ്റുന്നത് കൂടാതെ അതിൻ്റെ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കൂടെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട്. ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് അടച്ച് വെക്കാം. ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് കുറഞ്ഞ തീയിലിട്ടിട്ട് ഇതൊന്ന് പാകാക്കി എടുക്കാം. ഇത് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇത് കയ്യിലിട്ട് കൊടുക്കരുത്. കയ്യിൽ ഇത് എളുപ്പം പൊടിയുന്നൊരു മീനാണ്. അപ്പോൾ അതിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് കൂടി ഒന്ന് തിളച്ചാൽ മതി. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് കറി റെഡിയായി നോക്കാം. കണ്ടില്ലേ, അതിൻ്റെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും പുളിയും ആ തക്കാളിയിലെ ചെറിയ പുളിയെല്ലാം നന്നായിട്ട് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മുളകിട്ട നങ്ക് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഏറ്റവും ലാസ്റ്റ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂകി അടച്ച് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തൂക്കി അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ കറി ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പാത്രഭാഗമായി വരും. അപ്പോൾ ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.